പുതുതായി സ്ഥാപിച്ച തെരുവിളക്ക് മുൻ മണ്ണാർക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ അനിൽകുമാർ തല്ലിപ്പൊട്ടിച്ചെന്ന് പരാതി. കുമരമ്പത്തൂർ പഞ്ചായത്ത് അധികൃതരാണ് പോലീസിൽ പരാതി നൽകിയത്. സംഭവത്തിൽ പഞ്ചായത്തിന്റെ പരാതി അവഗണിച്ച് ലൈറ്റ് പുനഃസ്ഥാപിച്ചതിന് KSEBിക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. കുമരമ്പത്തൂർ പഞ്ചായത്തിലെ ചങ്ങലേരി ഞെട്ടരക്കടവ് അമ്പലപ്പറമ്പ് നഗറിന് സമീപം സ്ഥാപിച്ച ലൈറ്റാണ് തകർത്തത്. ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെ അനിൽകുമാർ കല്ലെടുത്ത് ലൈറ്റിലേക്ക് എറിയുകയും തുടർന്ന് സമീപത്തെ വീടുകളിൽ കല്ലുകൾ വീഴുകയും ചെയ്തതായി നാട്ടുകാർ ആരോപിക്കുന്നു. സമീപവാസികൾ സ്ഥലത്തെത്തിയപ്പോൾ അനിൽകുമാർ തോട്ടി ഉപയോഗിച്ച് ലൈറ്റ് തല്ലിപ്പൊട്ടിക്കുന്നതാണ് കണ്ടതെന്നും അവർ പറയുന്നു. ലൈറ്റ് മാഷ് തോട്ടി കൊണ്ട് വലിക്കുന്നതാണ് കണ്ടത്. അങ്ങനെ കറണ്ടും പോയി. അവന് വന്ന് നോക്കി നോക്കുമ്പോൾ മാഷും പേടിച്ചു, അവനും പേടിച്ചു. എന്തിന് മാഷ് ഈ പോസ്റ്റിന്റെ അടിയിൽ വന്ന് നിൽക്കണേ രാത്രി 2 മണിക്ക്? കല്ല് വീട്ടിൽ വന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. സർവീസ് വയർ ഒക്കെപ്പാടെ ഓഫീസിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പൊ റിട്ടയർഡ് ആണ്. ഒരാഴ്ച മുമ്പ് വെച്ച ലൈറ്റ് ആണ്. വെച്ചിട്ട് ഒരാഴ്ച നമുക്കത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2:09 എന്റെ ഫോണിലേക്ക് കോൾ ചെയ്തിട്ടാണ് ഞാൻ വിവരം അറിയുന്നത്. സംഭവ സമയത്താണ് എന്തായാലും എണീറ്റ് വന്ന് നോക്കുമ്പോൾ അവിടെ ആരുമില്ല. അപ്പൊ ഞാൻ പിന്നെ തിരിച്ചു പോയി കിടക്കുകയും ചെയ്തു. സംഭവം അങ്ങനെ തോട്ടിയും കൊണ്ട് വലിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അടുത്ത അയൽവാസികളുമാണ്. ഞങ്ങൾ നല്ല സൗഹാർദ്ദത്തിലുമാണ്. ഞങ്ങളിവിടെ പടക്കങ്ങളോ അല്ലെങ്കിൽ യാതൊരു പ്രശ്നം ദേഷ്യമൊന്നുമില്ല. ശരി, പൊതുമുതൽ ഇങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും ഉപകാരപ്രദമായ സംഭവമല്ലേ. അപ്പോൾ അത് നശിപ്പിക്കുമ്പോൾ എല്ലാവർക്കും സങ്കടം തന്നെയാണ്. ഒരുപാട് ശല്യമുണ്ട്, കുടിശല്യം. ഈ വെള്ളടിച്ച് അതിന് വെച്ചാണ് സംഭവം. വെച്ചിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. കുമരമ്പത്തൂർ പഞ്ചായത്ത് സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് ഓരോ വാർഡിലും 25 തെരുവിളക്കുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി വെച്ച ലൈറ്റാണ് തകർത്തത്. പദ്ധതിയുടെ ഉദ്ഘാടനം പോലും കഴിഞ്ഞിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് ഇത്തരമൊരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രാജനമ്പാടത്ത് പറഞ്ഞു. അവിടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അവിടുത്തെ ദൃക്സാക്ഷികളായ കുറച്ച് പേര് അവിടെ സമീപത്ത് താമസിക്കുന്ന മണ്ണാർക്കാട് റിട്ടയർഡ് AO അനിൽകുമാർ സാറാണ് അത് ചെയ്തിട്ട് എന്നുള്ള ദൃക്സാക്ഷിയുടെ മൊഴിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുമായി ബന്ധപ്പെട്ട് എന്താണ് അത് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. കൃത്യം ഇന്ന് പുലർച്ചെ 2:30 മണിക്കാണ് സംഭവവുമായി ബന്ധപ്പെട്ട് അവർ കണ്ടത്. അവിടെ ആ വീട്ടിലെ കുട്ടികൾ കാണുകയും ശബ്ദം കേട്ടിട്ട് മറ്റുള്ള 2 വീട്ടുകാരും എണീച്ചപ്പോൾ ഇങ്ങനെ ഈ അനിൽകുമാർ സാർ എന്ന് പറഞ്ഞ ആള് അവിടെ ആ ഒരു തോട്ടി കൊണ്ട് ആ ലൈറ്റ് വലിച്ച് പൊട്ടിച്ചതായിട്ടാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് മണ്ണാർക്കാട് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തിക്കൊണ്ട് കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് പുതിയ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുക എന്നുള്ളത് ഞങ്ങളുടെ 18 മെമ്പർമാരുടെ ഭരണസമിതി വലിയൊരു ആഗ്രഹത്തിന് പുറത്താണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഇത് ഇവിടെ ഒരു ഗ്രാമപഞ്ചായത്ത് പൊതുമുതൽ സംരക്ഷിക്കേണ്ടത് ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെ എന്റെ കൂടി കടമയാണ്. ഇത് നടത്തിയ ആരാണെങ്കിലും ഏത് വമ്പന്മാരാണെങ്കിലും അവർക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രശ്നം കൂടുതൽ വഷളാകാതിരിക്കാൻ അനിൽകുമാർ തന്നെ KSEB ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ലൈറ്റ് പുനഃസ്ഥാപിച്ചു. എന്നാൽ പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ ലൈറ്റ് മാറ്റിവെച്ച KSEB ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ആവശ്യപ്പെട്ട് പഞ്ചായത്ത് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം തെങ്ങിന്റെ പട്ട ലൈൻ കമ്പിയിൽ വീഴുകയും അത് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ അബദ്ധത്തിൽ ലൈറ്റ് പൊട്ടിപ്പോയതെന്നാണ് അനിൽകുമാർ പറയുന്നത്. ഞാൻ ആ സമയത്ത് പട്ട കത്തുമ്പോൾ ഞാൻ വലിച്ചതാണ്. ഞാനത് മറ്റേ ഇതാക്കിയതല്ല. അതിലത് സ്കിപ്പായി അത് പോകുന്നതാണ്, ഒന്നുമല്ല. ഇല്ല, പട്ട ഞാൻ വലിക്കുന്നു. പട്ട കത്തുകയാണ്. പട്ട ഈ വീണിട്ട് കത്തുകയാണ്. അതിപ്പോൾ ഞാനത് പട്ടയുടെ സ്ഥലത്ത് വലിക്കുമ്പോൾ അത് സ്ലിപ്പായിട്ട് അതിൽ പോകുന്നതാണല്ല. ഞാനൊരിക്കലും അവിടാൻ പറഞ്ഞ ലൈറ്റ് നമ്മൾ ചെയ്യുമോ? ഒരു കല്ല് കൊണ്ട് പോലും എറിഞ്ഞിട്ടുള്ള ലൈറ്റ് കിട്ടവരിൽ 1 കോടി രൂപ തരാം ഞാൻ കല്ലുകൊണ്ട് എറിഞ്ഞെന്ന് പറഞ്ഞില്ല. വെറുതെ പറയുകയാണ്. ആ അയൽവക്കക്കാരുമായിട്ടുള്ള ഒരു ഇതുകൊണ്ട് വഴക്കൊണ്ട് അവർ പറയാണ് ഒരു കല്ലുകൊണ്ട് പോലും അതിൽ എറിഞ്ഞിട്ടില്ല, അതിൽ പാടില്ല, അവർ ഫിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് അല്ലേ. CCN മണ്ണാർക്കാട്.